ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്റ്റഡി റുട്ടീൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, അടുത്ത മാസം നമ്മുടെ ഓണപ്പരീക്ഷ ഓഗസ്റ്റിലാണ് നമ്മുടെ ഓണപ്പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴേ തന്നെ നമുക്ക് വേഗം പഠിച്ചു തുടങ്ങിയാലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു സൂപ്പർ സ്റ്റഡി റുട്ടീൻ ആയാലോ. റുട്ടീൻ കറക്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് ഓണപ്പരീക്ഷ ആകുമ്പോഴത്തേക്ക് സെറ്റാക്കാം. അതിന് മുൻപ് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പിന്നെ സ്റ്റഡി റുട്ടീൻസ് ഞാൻ ഓണപ്പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഇടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. ഒരു UP ലെവൽ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് പഠിക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ ഒരു റൊട്ടീനെ മാറ്റാം. ഞാൻ ഫ്രീ ടൈം ആയിട്ട് രാവിലെ ഇരിക്കാറ് ഒരു 8 to 8:45 വരെയാണ്. ഒരു 9 മണിയാകുമ്പോൾ നമുക്ക് സ്കൂളിലോട്ട് പോവേണ്ടി ഉണ്ടാവുമല്ലേ, ബസ്സൊക്കെ വരൂ. അപ്പം നമുക്ക് രാവിലെ എണീക്കുന്നതിൻ്റെ നേരത്തെ ആകുമ്പം നമുക്ക് നേരത്തെ എല്ലാം ചെയ്യാം. അപ്പോൾ ഒരു 8 to 8:45 വരെ നമുക്കൊന്ന് റീകോൾ ചെയ്യേണ്ട ടൈമാണ്. എന്ന് വെച്ചാൽ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഒന്നും കൂടി മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വായിക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്കുള്ള പഠന സെക്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 7 മണി to 8 മണി വരെയാണ്. രണ്ടാമത്തെ പഠന സെക്ഷനാണ്. ആ ടൈമിൽ നമ്മൾ എന്താക്കണം, നമ്മുടെ ഹോംവർക്ക്, അങ്ങനത്തെ ക്ലാസ് പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്സ് ഇതൊക്കെ ഒന്ന് തീർത്ത് ഫുൾ ഓൺ പവർ സെറ്റാക്കി വയ്ക്കുക. അങ്ങനെ ആ ഒരു മണിക്കൂർ പഠിച്ച ശേഷം നമ്മൾ എന്താക്കുക, ബാക്കി ടൈം പകലൊക്കെ നമ്മൾ സ്കൂളിലായിരിക്കുമല്ലോ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ രാത്രിയുള്ള പഠന സെക്ഷൻ്റെ ഫസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ആ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഹോംവർക്ക്സൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് തേർഡ് ടൈമാണ്, പഠന സെക്ഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? നമ്മൾ ഒരു 8 to 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ നമുക്ക് TV കാണാം കേട്ടോ, എന്താ വെച്ചാൽ ചെയ്യാം. അതിന് ശേഷം ഒരു 8:30 to 9:30 വരെ നമ്മൾക്ക് മൂന്നാമത്തെ പഠന സെക്ഷനാണ്. ആ ടൈം നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു 1 hour നമുക്ക് നല്ലോണം പഠിക്കാൻ കിട്ടുന്നത്. ആ ഒരു ടൈം നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമുക്ക് പഠന രീതിയിൽ മാറ്റം വരുന്നത് എന്ന് പറഞ്ഞാൽ ഓണപ്പരീക്ഷ ആവാനായല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ 6:30 തൊട്ട് 7:30 വരെ നമുക്ക് പഠിക്കാം കേട്ടോ. ഞാനിത് ജസ്റ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് എന്താക്കണം, ഡിന്നറൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് തന്നെ, രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ടൈം എടുക്കുമ്പോൾ നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി ഒന്നും കൂടി ഒന്ന് വരിക. എന്നിട്ട് ആ ടൈം നമ്മൾ എന്താക്കുക, ഷോർട്ട് നോട്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് നോട്ട് രീതിയിൽ നമുക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് എഴുതി വെച്ച് പഠിച്ചാൽ നമ്മുടെ മനസ്സിന്നത് പോവുകയില്ല. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഹവർ നമ്മൾ പൊമഡാറോ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. രാത്രി ടൈമും ഡിന്നറൊക്കെ കഴിച്ച് നമുക്ക് കുറച്ച് എനർജി ഇല്ല, കുറച്ചൊരു ഉറക്കം വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ ആ ഒരു വെള്ളം ഇങ്ങനെ നമ്മുടെ മുഖത്തിലോട്ട് തട്ടുമ്പം തന്നെ നമുക്ക് ഒന്നുകൂടെ എനർജി ആവും. നമ്മളെന്താക്കുക, ആ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ടൈമിൽ നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ട് വീണ്ടും വരിക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ്
ബ്രേക്ക് എടുക്കുക. ഞാനൊരു 35 മിനിറ്റ് പഠിക്കും, അതേപോലെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കലാണ്. കാരണം എനിക്ക് ഒരുപാട് ടൈമിങ് ബ്രേക്ക് എടുത്തുകൊണ്ട് നിന്നാൽ എനിക്കൊരു സുഖമില്ല. അത് ചിലപ്പോൾ പൊമോഡോറോനെ നമുക്ക് രീതിയിലുള്ള ടെക്നിക്ക് എടുക്കാം. 25 മിനിറ്റ് തന്നെ വേണമെന്നില്ല, 15 മിനിറ്റ് എടുക്കാം, 10 മിനിറ്റ് എടുക്കാം. എല്ലാവരുടെ ബ്രെയിൻസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ടൈം ഒരേപോലെ ആവണമെന്നില്ല. ഒരു 25 മിനിറ്റാണ് മാക്സിമം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് പറയണം. അപ്പോൾ അടുത്ത ഒരു നൈറ്റും പിന്നെ മോർണിംഗും നിങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ ഓണപ്പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഓണം എക്സാം പ്രിപ്പറേഷൻസും അതേപോലെ തന്നെ ഒരുപാട് റുട്ടീൻ വീഡിയോസും ഞാൻ ഇടാം കേട്ടോ. ഒരുപാടെന്ന് ഉദ്ദേശിച്ച ഒരു 2-3 റുട്ടീൻ വീഡിയോസും അതേപോലെ തന്നെ നല്ലോണം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊന്ന് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലായിട്ട് പിന്നെ കാണാം. ബൈ.